എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളൊക്കെ വീട്ടിൽ സാധാരണ സാമ്പാറിലൊക്കെ യൂസ് ചെയ്യുന്ന കായല്ലേ, ആ കായം വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ഷെയർ ചെയ്യാനാണ്. കായത്തിൻ്റെ കുറച്ച് യൂസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. സാധാരണ നമ്മൾ അധികം കാര്യങ്ങൾക്കൊന്നും കായം ഉപയോഗിക്കാറില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണണം. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ നോക്കിയിട്ട് വരാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില സമയത്തൊക്കെ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് രാത്രിയൊക്കെ ചിക്കനോ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു പിഞ്ച് കായം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ദഹനക്കുറവ് കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കൂടുതലും ഈ കായം പൊടിയേക്കാൾ നല്ലത് നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു കട്ടയായിട്ട് ലഭിക്കുന്ന കായല്ലേ, ആ കായാണ്. നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പൊടി യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ, ചില സമയത്ത് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട് വയറുവേദന വരാറുണ്ട്. ചില ഭക്ഷണങ്ങൾ കൊണ്ട് തന്നെയാണ്. നമ്മൾ കപ്പ, അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങ് ഇതൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് വയറുവേദന തോന്നുകയാണെങ്കിൽ വേഗം തന്നെ ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് കായത്തിൻ്റെ പൊടി മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണമെങ്കിൽ കട്ടയായിട്ടുള്ള കായ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കുടിക്കുകയാണെങ്കിൽ വയറുവേദന നമുക്ക് മാറിക്കിട്ടും. ഇനി അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് ചെറിയ ചെറിയ പ്രാണികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു ചൊറിച്ചിൽ, കടച്ചിൽ പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ബുദ്ധിമുട്ട്, ചുവന്ന കളറിലൊക്കെ വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി മിക്സ് ആക്കുക. നന്നായിട്ട് പേസ്റ്റ് ആക്കാൻ പറ്റിയ കൂടുതൽ നല്ലത്. എന്നിട്ട് ഈ ഒരു മിക്സ് എടുത്തിട്ട് നമുക്ക് പ്രാണികളുടെ കടി കൊണ്ടിട്ടുള്ള ആ സ്ഥലത്ത് നന്നായിട്ടൊന്ന് തിരുമ്പി തേച്ച് പിടിപ്പിക്കുക. കുറച്ചധികം നേരം അതൊന്ന് ഡ്രൈ ആവണ വരെ അങ്ങനെ തന്നെ വയ്ക്കുക. എന്നിട്ട് കഴുകി കളയുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇതുപോലത്തെ ഇൻസെക്റ്റിൻ്റെ പ്രോബ്ലം, കടിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന പ്രോബ്ലം നമുക്ക് മാറ്റി കിട്ടും. ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊക്കെ ചില സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പാമ്പിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും കായം ഒരു നല്ല സൊല്യൂഷനാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് കുറച്ച് കായം പൊടി ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. കായത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കട്ടയാണെങ്കിൽ കൂടുതൽ സ്മെല്ല് കട്ടയ്ക്കായിരിക്കും. ഇതുപോലത്തെ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അതിൽ നിന്നൊരു പീസ് എടുത്താൽ മതി. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നല്ലൊരു സ്പ്രേയോ അല്ലെങ്കിൽ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സ്പ്രേ ആക്കണമെന്നില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തെളിച്ച് കൊടുക്കാം. എത്രത്തോളം മണമുണ്ടോ അത്രയ്ക്കും നല്ലത്. അപ്പോൾ വീടിന് ചുറ്റും അതുപോലെ പാമ്പിനെയൊക്കെ കാണുന്ന സ്ഥലത്തൊക്കെ തെളിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് ഒന്നും പാമ്പ് വരില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ എന്തായാലും നമുക്കിങ്ങനെ തെളിച്ച് കൊടുക്കാം. മഴക്കാലത്ത് ഇത് അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവ് ആവില്ല, മണം അധികം നിൽക്കില്ലല്ലോ. മഴ കൊള്ളാത്തടത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തെളിക്കാൻ പറ്റും. ഇനി അടുത്തൊരു ടിപ്പ് പറയാം. ചില സമയത്ത് നമ്മുടെ മുഖത്തൊക്കെ പെട്ടെന്ന് കുരുക്കൾ വരാറുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോവുകയാണെങ്കിൽ, അയ്യോ ഇങ്ങനെ ഒരു കുരു വന്നല്ലോ, ഇനി എങ്ങനെയാണ് പെട്ടെന്ന് അത് മാറ്റുക എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്ക് കായത്തിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് റോസ് വാട്ടർ എടുക്കുക. എന്നിട്ട് അതിൽ കായത്തിൻ്റെ പൊടി കൂടി മിക്സ് ചെയ്യുക. നമുക്കിങ്ങനെ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി അല്ല, കുറച്ചുകൂടെ ഒന്ന് പൊടി അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഒരു കട്ടിക്ക് വേണം അത് ഇഴിക്കാനായിട്ട്. എന്നിട്ട് ആ ഒരു മിക്സ് നമുക്ക് മുഖക്കുരു ഉള്ള സ്ഥലത്ത് തേച്ച് കൊടുക്കുക. അപ്പോൾ മുഖക്കുരു പെട്ടെന്ന് ഉണങ്ങും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ മുൾട്ടാണി മിട്ടി എന്ന് പറഞ്ഞിട്ടൊരു പൗഡർ ഇല്ലേ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന നേരത്ത് നോക്കുമ്പോൾ അത് കാണുന്നില്ല, എവിടെയെങ്കിലും മാറ്റി വെച്ചതായിരിക്കും. എന്തായാലും അത് ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്താൽ കൂടുതൽ നല്ലതാട്ടോ. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ആ കുരുവുള്ള ഭാഗത്ത് മാത്രം ആ കുരുവിനെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് ഡ്രൈ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും തുണി വെച്ചിട്ട് തുടച്ച് കളയാം. പിന്നെ വേണമെങ്കിൽ വാഷ് ചെയ്ത് കളഞ്ഞോളൂ. ഡെയിലി 2 നേരം ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അത് മാറിക്കിട്ടും. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഒരു ഫേസ് പാക്കാണ്. ഇതിന് വേണ്ടത് സാൻഡൽവുഡ് പൗഡറാണ്, അതായത് ചന്ദനത്തിൻ്റെ പൊടി. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അതുപോലെ ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്യാം. പിന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിക്കാനായിട്ട് നമ്മുടെ റോസ് വാട്ടർ തന്നെ എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പേസ്റ്റാക്കി എടുക്കുക. ഇത് നമ്മുടെ ഫേസിലൊക്കെ നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. പെട്ടെന്ന് കളർ വയ്ക്കാനുള്ള ഒരു ഫേസ് പാക്കാണിത്. നമ്മുടെ ആയുർവേദ പ്രകാരം പറയുകയാണെങ്കിൽ ഈ കായത്തിൻ്റെ പൊടി നമ്മുടെ മുഖത്തേക്കുള്ള രക്തപ്രവാഹമൊക്കെ വർദ്ധിപ്പിക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടെ ചേരുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടും സ്കിന്നിന് പെട്ടെന്ന് തന്നെ. ഇനി അത് ഡ്രൈ ആവുമ്പോൾ നമുക്ക് കഴുകി കളയാം.
ഒരു 20-25 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അത് ഡ്രൈ ആവാൻ തുടങ്ങും. അപ്പോൾ അത് കഴുകിയാൽ മതി കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്യണേക്കാളും മുന്നേ നന്നായിട്ട് ഫേസിലാണെങ്കിൽ ഫേസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണ്ടാവണം. അതിന് ശേഷമാണ് നമ്മൾ ഏത് പാക്കും ഉപയോഗിക്കേണ്ടത്. അതെല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇനി അതുപോലെ തന്നെ കൈകൾക്കൊക്കെ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനും നമുക്ക് കായത്തിൻ്റെ പൊടി വെച്ചിട്ടൊരു പാക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടത് തൈരാണ്. കുറച്ച് തൈര് എടുക്കുക. പിന്നെ അതിലേക്ക് ലേശം കായത്തിൻ്റെ പൊടി മിക്സ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. എന്നിട്ട് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ലേശം ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞളുടെ പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് നമുക്ക് കൈകളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കുക. അപ്പോൾ അതിനു മുമ്പ് കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം. പിന്നെ ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അങ്ങനെ നമ്മളത് കഴുകി കളയുമ്പോൾ കൈകൾക്കൊക്കെ നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യും, നല്ലൊരു ഗ്ലോയും കിട്ടും. ഇനി അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു തക്കാളി എടുത്തിട്ട് ഇങ്ങനെ പകുതിയാക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഇങ്ങനെ മുകളിലായിട്ട് തൂക്കി കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ മഞ്ഞളുടെ പൊടി, കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പൊടിയും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു കത്തി വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ ആ ഒരു തക്കാളിയുടെ നീരൊക്കെ അതിൻ്റെ മുകളിലേക്ക് വരും. അപ്പോൾ നമുക്ക് എന്നിട്ട് ഈ ഒരു തക്കാളി വെച്ച് തന്നെ നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ ആ കായത്തിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നന്നായിട്ട് രക്തോട്ടം വർദ്ധിപ്പിക്കും. അപ്പോൾ തക്കാളിയും എല്ലാം കൂടെ ചേരുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് ഫേസിൽ ഫീൽ ചെയ്യും. എന്തെങ്കിലും കല്യാണമോ അങ്ങനെയൊക്കെ വല്ല ഫംഗ്ഷനൊക്കെ പോണേക്കാൾ മുന്നായിട്ട് നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ്. നല്ല റിസൾട്ടുള്ളൊരു സംഭവമാണിത്. കണ്ടോ, ഞാനിതിപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അത് ചെയ്യുമ്പോൾ. ഇനി അടുത്തൊരു ടിപ്പ് പറയാം. നമ്മൾ അച്ചാറൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് ഇട്ട് വയ്ക്കുമ്പോൾ കുപ്പിയിലിട്ട് വയ്ക്കില്ലേ, അപ്പോൾ അച്ചാർ കേടാവാതിരിക്കാനായിട്ട് കുപ്പിയുടെ ഏറ്റവും അടിയിലും കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അച്ചാർ കുറേ നാൾ പുറത്ത് വെച്ചാലും കേടാവാതിരിക്കും. ഇതിപ്പോൾ നമ്മൾ അച്ചാറിൽ കായംപൊടി ചേർക്കണം, പിന്നെ അതോടൊപ്പം തന്നെ കുപ്പിയുടെ അടിയിലും ആക്കി കൊടുക്കണം കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്ക് വയറുവേദനയുള്ള ടൈമിലൊക്കെ വയറുവേദന പെട്ടെന്ന് മാറാൻ ഒരു ഗ്ലാസ് മോരിൽ കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ടിട്ട് കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വയറുവേദന പെട്ടെന്ന് തന്നെ മാറും. ഇനി അടുത്തൊരു ടിപ്പ് പറയാം. ഒരു പാത്രത്തിൽ ഏകദേശം ഒരു 2 ലിറ്റർ വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം നമ്മളിത് എടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ സ്പ്രേ ആക്കി കൊടുക്കാം. ഒരു ഈവനിങ്ങിലാക്കി കൊടുത്താൽ മതി. ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഒരു ചെടികളുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം അല്ലേ, അവരുടെ ഒരു പ്രതിരോധ ശക്തി വർദ്ധിക്കും. പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടാവാനൊക്കെ ഈ കായം ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അത് മണ്ണിലും നമുക്ക് തെളിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ കയ്യിലിരുന്നിട്ട് ചില സമയത്ത് കായൊക്കെ എക്സ്പയറി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കളയാൻ വിഷമമുള്ള സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് അത് തീർക്കാൻ പറ്റും. ഇനി നമുക്ക് കായം വെച്ചിട്ട് ചെടികൾക്കൊക്കെ വേണ്ടിയിട്ടൊരു വളം തയ്യാറാക്കാം. പച്ചക്കറികൾക്കാണ് മെയിനായിട്ട്. ആദ്യം ഒരു 3 ലിറ്റർ വെള്ളം എടുക്കുക. വെള്ളം കുറയരുത്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴകിയ മോര്, 8 ദിവസം പഴകിയിട്ടുള്ള മോരാണ് ഇതിന് വേണ്ടത്. അതായത് ഒരു 1/2 ഗ്ലാസ് പഴകിയിട്ടുള്ള മോര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ചേർക്കേണ്ടത് കായത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, അല്ലെങ്കിൽ ചെറിയൊരു പീസ് കായം, നേരത്തെ കാണിച്ച ആ ഒരു കട്ടയായിട്ട് വരുന്ന ആ കായല്ലേ അതൊന്നിൽ അലിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂർ നന്നായിട്ട് അത് വെക്കണം. അപ്പോഴേ കറക്റ്റായിട്ട് അത് സെറ്റായിട്ട് വരുള്ളൂ. ഇനി നമുക്കിത് ചെടികൾക്കൊക്കെ കടയിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇലകളിലൊക്കെ സ്പ്രേ ആക്കിയും കൊടുക്കാം. അതും നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. കായൊക്കെ നമുക്ക് എപ്പോഴും മറന്നിട്ടൊക്കെ എക്സ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാം, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഒരു 10 ദിവസമൊക്കെ കൂടുമ്പോൾ ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അധികം പച്ചക്കറികൾക്കൊന്നും കീടബാധ ഉണ്ടാവില്ല. ഈ ഒരു നല്ല സ്മെല്ലാണല്ലോ ഈ കായത്തിനും ഒരു പുളിച്ച മോരിൻ്റെയും ഒക്കെ സ്മെല്ലുകൊണ്ട് അധികം കീടങ്ങളൊന്നും വരാണ്ടും നമ്മുടെ പച്ചക്കറികളെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലിപ്പോൾ 3 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ എന്നുള്ളത് 1 ടീസ്പൂൺ കായൊക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. വലിയ ചെടികൾക്കൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ നോക്കിയിട്ട് കുറച്ചായിട്ട് കൂട്ടിയാൽ മതി. അതിലും കൂടുതലായിട്ട് കൂട്ടരുത്. അപ്പോൾ ഇതൊക്കെയാണ് കായം വെച്ചിട്ട് എനിക്കറിയാവുന്ന കൊച്ചു ടിപ്സ്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അത് വായിക്കുമ്പോൾ ഹെൽപ്ഫുൾ ആവും. അതുപോലെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാത്തിനും നല്ല റിസൾട്ട് ഉള്ളത് തന്നെയാണ്. നിങ്ങൾക്കറിയാലോ, കായം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാന്റില്ലേ, കായത്തിൻ്റെ ചെടി, അതിൻ്റെ വേര് മുറിക്കുമ്പോൾ ഒരു കറ വരും. ആ കറ ഉണക്കിയിട്ടാണ് ഇത്ര കായ ഉണ്ടാക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാനിപ്പോൾ പോണില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി
ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കണം. നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയപ്പോൾ നാളെ പുതിയൊരു നല്ല ടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്